പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത അവലോകന യോഗം അലങ്കോലപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിനായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കോൺഗ്രസ് പ്രവർത്തകരുടെ ജാള്യത മറയ്ക്കാനാണ് അവലോകന യോഗം അലങ്കോലപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും വീണ ജോർജ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ജാള്യതയല്ലേ എന്ന് വെച്ചാൽ ഈ പത്തനംതിട്ടയിൽ 3 കല്ല് കിടപ്പുണ്ട് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ. ആ കല്ല് ഇവരുടെ MP ഇപ്പം സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം 15 വർഷങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യം ഇട്ട കല്ല. ആ കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് തൊട്ടിപ്പുറത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തപ്പോഴും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി. അപ്പുറത്തൂടെ പ്രതിഷേധവുമായിട്ട് വന്നു. അതേ ആളുകൾ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ആദ്യത്തെ ഫേസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? അതായത് നിർമ്മാണം അവർ ഒരു സ്റ്റേഡിയം ആകട്ടെ, ഒരു ആശുപത്രിക്ക് ഒരു കെട്ടിടം ആകട്ടെ, ഒരു റോഡാകട്ടെ നിർമ്മിച്ചിട്ടില്ല. അവിടെ സ്റ്റേഡിയം, ആശുപത്രി, റോഡ്, എല്ലാ സൗകര്യങ്ങളും, പുതിയ ഓഫീസുകൾ, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ഓഫീസ്, കോടതികൾ, വനിതാ വികസന ഹോസ്റ്റൽ, നഴ്സിംഗ് കോളേജ്, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നു. അവരുടെ ഒരു ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അവർ വികസന വിരോധികളാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത. ഇപ്പോൾ വയനാട് തുരങ്കപാത വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞേ? വി.ഡി. സതീശനാണ് പറഞ്ഞത്. ഞങ്ങളൊന്നും സമ്മതിക്കില്ല എന്ന് പറയുന്നവർ അതേ ഇത് തന്നെയാണ്. പൂർത്തീകരിച്ചാലും ഞങ്ങളൊന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ സമീപനം. അതാണ്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നു. സുജു, എന്താണ് പത്തനംതിട്ടയിൽ സംഭവിച്ചത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി പങ്കെടുത്ത യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നോ? മനു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല, കോൺഗ്രസിന്റെ കൗൺസിൽ അംഗങ്ങൾ, പത്തനംതിട്ട കൗൺസിലർമാരാണ്. DCC വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന സുരേഷ് കുമാറിന്റെ അടുത്തുള്ള കൗൺസിലർമാരാണ് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നിരിക്കുന്നത്. യോഗം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പണി പൂർത്തീകരിച്ച് അതിന് ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി യോഗമാണ് നടന്നത്. നമുക്ക് ഈ പത്തനംതിട്ടക്കാർക്കും മലയാളികൾക്കും ഓർമ്മ കാണും, അബ്ദുറഹ്മാൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരമൊരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നപ്പോൾ അത് അലങ്കോലപ്പെടുത്താനും അന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച DCC വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ അടുത്തുള്ള അതേ സംഘമാണെന്ന സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി യോഗത്തിലെത്തി അവിടെയും അലങ്കോലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ഈ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്താനും അതിക്രമം കാട്ടാനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും സംയോജിതമായ മറ്റ് കൗൺസിലർമാരുടെയും പൊതുജനങ്ങളുടെയും ഇടപെടൽ മൂലമാണ് വലിയൊരു സംഘർഷം ഒഴിവായി കിട്ടിയത്. ഇതിൽ മന്ത്രി വീണ ജോർജ് ഈ ബൈറ്റിൽ പറയുന്നത് ശരിയാവണ്ണം കാര്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ KK നായർ, ജില്ലാ പിതാവായിരിക്കുന്ന KK നായരുടെ നാമധേയത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ 3 തവണയാണ് അവിടെ പത്തനംതിട്ട ഒരു ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിട്ടത്. ഒരു വേള ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പേരിലായിരുന്നു. ഒരു തവണ ബഹുമാന്യനായ കേരള ഗവർണറാണ്, മുൻ ഗവർണറാണ് അവിടെ എത്തി കല്ലിട്ടത്. ആ കല്ലുകൾ അവിടെ കിടക്കുകയല്ലാതെ കല്ലിൽ മേലൊരു കല്ല് വെച്ചൊരു തൂണ് പോലും പണിയാൻ കോൺഗ്രസിനോ UDF സർക്കാരിനോ കോൺഗ്രസിൻ്റെ നഗരസഭാ ഭരണസമിതിക്കോ പിന്നീട് UDF ഗവൺമെൻറ്റിനോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിരുന്നില്ല എന്നത് വസ്തുതയാണ്. അതേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനത്തെ തയ്യാറായി നിൽക്കുമ്പോൾ അതിൻ്റെ സംഘാടക സമിതിയിലെത്തി ബഹളം വെക്കുകയായിരുന്നു, പ്രതിഷേധിക്കുകയായിരുന്നു. അതിന് ജനങ്ങളൊന്നാകെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് വേണം പറയാൻ. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൂവലും പ്രതിഷേധം ശക്തമായപ്പോൾ ജാള്യതയോടെ ആ വേദി വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തിരുന്നു, നിങ്ങൾ 3 തവണ കല്ലിട്ടതല്ലേ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പണിയാൻ അറിയാമെന്നാണ് പറയുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അവിടെ എത്തി അലങ്കോലപ്പെടുത്തുകയും പിന്നീട് നിങ്ങളിട്ട കല്ലിനെ പറ്റി ചോദിക്കുമ്പോൾ പണിയാൻ അറിയാം എന്ന് മാത്രമാണ് പറയുന്നത്. ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലെല്ലാം തന്നെ മുനിസിപ്പാലിറ്റിയുടെയും നഗരസഭയുടെയൊക്കെ അധികാര തർക്കത്തെപ്പറ്റി മാത്രമായിരുന്നു കോൺഗ്രസിന് വേവലാതി. എന്നാൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമോ അതിന്റെ പൂർത്തീകരണമോ കോൺഗ്രസിന് വിഷയമല്ലായിരുന്നു. എന്തായാലും ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നോട്ട് പോകുകയാണ്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ അട്ടിമറി ശ്രമം, അലങ്കോലപ്പെടുത്തൽ ശ്രമമെല്ലാം നടക്കുന്നത്. ഇതിനെയെല്ലാം ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മനു.